അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സാക് വിളയിൽ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മാർച്ച് 29-ന് പബ്ലിക്കിന് വേണ്ടി ഓപ്പണായ ഖുർആനിക് പാർക്ക്. ഇസ്ലാമിനെയും ഖുർആനെ കുറിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അൽ ഖവാനിജിലാണ് ഈ ഒരു പാർക്ക് റീസെൻ്റായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കണ്ടിട്ട് വരാം. വളരെ മനോഹരമായൊരു കവാടമാണ് ഖുർആനിക് പാർക്കിൻ്റെ കവാടം. അതിന് മുന്നിൽ തന്നെ അറബിയിലും ഇംഗ്ലീഷിലും ഗോൾഡൻ ലെറ്റേഴ്സിൽ ഖുർആനിക് പാർക്ക് എന്നും ഹദീഖത്തുൽ ഖുർആനിയ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് അൽ ഖവാനിജിൽ ലാസ്റ്റ് എക്സിറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം 64 ഏക്കറിലാണ് ഈ ഒരു ഖുർആനിക് പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ മനോഹരം. ഇതിലും മനോഹരമായിട്ട് ഇനി ഭാവിയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് ഡെവലപ്പിംഗ് സ്റ്റേജ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒലീവും അത്തിപ്പഴത്തിൻ്റെയും തോട്ടമാണ്. ഇതിൻ്റെ പിന്നിൽ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ദുബായിലെ അല്ലെങ്കിൽ UAE കാലാവസ്ഥയ്ക്ക് ഇണങ്ങാത്ത പലതരം ചെടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു കാര്യം, ഖുർആനിക് പാർക്ക് എന്ന് പറയുമ്പം ഖുർആനിലും നബി ചര്യയിലും പറഞ്ഞിട്ടുള്ള പലതരം ചെടികളും സസ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഖുർആനിക് പാർക്കിൽ. ഇതാണ് ഒലീവ് ട്രീ. ഒലീവ് ട്രീ ഒക്കെ നല്ല രീതിയിൽ അവർ പരിപാലിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമായിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഫിഗ് ട്രീ. ജസ്റ്റ് ചെറിയ മരമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇല കാണാം. അതുപോലെ ഇവിടുത്തെ 2 മെയിൻ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ മിറാക്കിൾ കേവ് അതുപോലെ ഗ്ലാസ് ഹൗസ്. മിറാക്കിൾസ് കേവ് അതുപോലെ ഗ്ലാസ് ഹൗസ് രണ്ടിലേക്കും പോകുന്ന വഴിയിലാണ് നമ്മൾ. വഴിയിലെ കാഴ്ചകൾ. ഒരു ഒനിയൻ തോട്ടം കാണാം. വളരെ നല്ല രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. സമയാസമയത്തിന് വെള്ളം കിട്ടുന്ന രീതിയിൽ ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ദുബായ് ഗവൺമെൻറ്, ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ദ എഫേർട്ട്, ഫോർ ദ ടീം വർക്ക്. വാവ്. അടുത്ത കാഴ്ചകൾ കാണാം നമുക്ക്. പംകിൻ. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ തരം മത്തങ്ങയുണ്ട്. അതുപോലെ ചരങ്ങ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, നീളത്തിലുള്ള ഇതായി കാണുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ വിളിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ ബാർലി തോട്ടമുണ്ട്. പിന്നെ കതിര് വന്ന് നിൽക്കുകയാണ്. എല്ലാം കാഴ്ചക്ക് വളരെ മനോഹരമായിരിക്കുന്നു. അടുത്തതായിട്ട് ലെമൺ ഗ്രാസ് തോട്ടം കാണാം. ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുൽത്തൈലമൊക്കെ എടുക്കുന്ന ആ പുല്ല് ആണ്, ആ ഗ്രാസാണ് ഈ തോട്ടത്തിലുള്ളത്. അടുത്ത മെക്കാസെന്ന എന്ന് പറയുന്ന ഒരു ഫ്ലവർ, ഈ ടൈപ്പ് ഫ്ലവറാണ് മെക്കാസെന്ന. അതുപോലെ ഈന്തപ്പന. അത് അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം കണ്ട് വരുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു സസ്യമാണ് ഈന്തപ്പന. ഇപ്പോൾ ഇതാ പൂവിട്ട് കൊലച്ച് നിൽക്കുന്ന സമയമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. UAE ചൂട് തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ചൂട് തുടങ്ങുന്നതിൻ്റെ ഒരു സൂചനയും കൂടെയാണ്. എല്ലായിടത്തും ഡയറക്ഷണൽ ബോർഡ്സ് ഉണ്ട്. ഒരെണ്ണം മിസ് ചെയ്യാതെ നമുക്ക് കാണാൻ പറ്റും. ഡയറക്ഷണൽ ബോർഡ് കീപ്പ് ചെയ്ത് പോവുക. അതുപോലെ ഒരു ഓറഞ്ച് തോട്ടം. എല്ലാം ആയി വരുന്നേ ഉള്ളൂ. എങ്കിലും 1-2 ചെടികളൊക്കെ ആയിട്ടുണ്ട്. ചിലതിൽ കായകൾ വന്നിട്ടുണ്ട്. ഇതാ അടുത്തത് ഹെന്ന മൈലാഞ്ചി തോട്ടമാണിത്. അടിപൊളി. ഇനി പെഗാനം ഹർമല എന്ന ഒരു ഔഷധ സസ്യത്തിൻ്റെ തോട്ടമാണ്. ഇത് മെഡിറ്ററേനിയൻ റീജിയനിൽ കണ്ടുവരുന്ന ഒരു സസ്യമാണ്. അടുത്തത് കോണൊക്കെ പക്ഷികളൊക്കെ വന്ന് കഴിച്ചു പോയി. അവരുടെ വിശപ്പടക്കി പോകണത്. ആരും കൊണ്ടുപോകുന്നൊന്നുമില്ല ഇവിടുന്ന്. പക്ഷി ജീവജാലങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വിട്ടിരിക്കുക. അതുപോലെ ബിറ്റർ ആപ്പിൾ ഒരു വള്ളിയിൽ വരുന്ന ചെറിയ തരം കായയാണ്. അതിന് ചെറിയ കയ്പുണ്ടാവും ചില സമയങ്ങളിൽ. ടൂത്ത് ബ്രഷ് ഷ്രബ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ മരം എടുത്ത് പല്ല് തേക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. മിസ്വാക്ക് അല്ലെങ്കിൽ അറാക്ക് എന്നൊക്കെ പറയും ഇതിന്. ഇനി കാണുന്നതാണ് റെഡ് ഗം എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന ഒരു തരം മരമാണ് റെഡ് ഗം. അതുപോലെ കുക്കുംബർ തോട്ടം കാണാം. കുക്കുംബറൊക്കെ അങ്ങ് വളർന്ന് വലുതായി. ഒരു വാഴത്തോട്ടം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മരുഭൂമിയിൽ. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് സിദ്ര ട്രീ ആണ്. ഇതൊരു തരം എന്താ പറയുക, നമ്മുടെ ഇളന്തപ്പഴം പോലുള്ള ഒരു പഴം തരുന്ന ഒരു മരമാണ്.
സിദ്ര ട്രീ. മെയിൻ അട്രാക്ഷൻസിലൊന്നായ മിറാക്കിൾസ് കേവ് അൽ കഹഫ് കാണണം, അകത്ത് കയറണം എന്നുള്ള രീതിയിൽ പോയതായിരുന്നു. അകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പ്രസൻറ്റേഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ലോങ് ക്യൂ ആണ്. അത് കാരണം ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ അവർ ഫാമിലി ഓൺലി എന്ന് പറഞ്ഞു നമ്മൾ പുറത്തു പോകുന്നു. അടുത്തതായിട്ട് ഗ്രേപ്സ് തോട്ടമാണ്. മാഷാ അല്ലാഹ്, നല്ല രീതിയിൽ കൊലച്ച് നിൽക്കുന്നത്, നല്ല ഭംഗി കാണാൻ. നമ്മൾ കണ്ട തോട്ടങ്ങൾക്ക് ഇടയിലൂടെ അവർ പല രീതിയിൽ പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട് എല്ലാം. അടുത്ത ലെൻറ്റിൽ ഓർക്കിഡ്, ഇതൊരു തരം പൾസാണ്, പൾസസ്. അതുപോലെ മസ്റ്റാർഡ്, കടുകിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. എല്ലാം റെഡിയായി നിൽക്കുക, നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും, പക്ഷേ എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സൈപ്രസ് പാപ്പറസ് ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഒരു തരം ഔഷധ സസ്യമാണ്, ഒരു മുള ടൈപ്പ് സസ്യമാണ് ഇത്. വെള്ളത്തിലാണിത് ഉണ്ടാവുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ ബേസിൽ ഓർക്കാഡ്, ബേസിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കൃഷ്ണ തുളസി, നല്ല സ്മെല്ലാണ് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ കേട്ടാ, അടിപൊളി. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിലൂടെ നമുക്ക് ചിൽഡ്രൻസ് പാർക്കുണ്ട്, അതുപോലെ ഇത് കാണുന്ന പോലെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെ പോകാനുള്ള സൗകര്യം. എല്ലാം ഫ്രീ ആണ്. കേവിൽ കയറാൻ 5 ദിർഹം, പക്ഷേ അത് ക്യാഷ് ആയിട്ടുള്ള നോൽ കാർഡ്, RTIയുടെ നോൽ കാർഡ് ഉപയോഗിച്ചിട്ടാണ് അവിടെ എൻട്രി. 5 ദിർഹമാണ് നമ്മുടെ കാർഡിൽ നിന്ന് അവർ എടുക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഒരു പ്രത്യേക തരം മത്തങ്ങയാണ്, വലിയ സൈസിലാണ് ഇത് വരുന്നത്, നല്ല കളറുമുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പക്ഷെ പലതും കേടുവന്നൊക്കെ പോകുന്നുണ്ട്, കിളികളൊക്കെ ഭക്ഷിച്ച് പോകുന്നുണ്ട്, എന്നാലും അവർക്ക് ഒക്കെ ഭക്ഷണം ആവുന്നുണ്ട് അല്ലേ, അൽഹംദുലില്ലാഹ്, നല്ല ഭംഗി കാണാൻ. അടുത്തതായിട്ട് അലോവേര, നമുക്കെല്ലാം അറിയുന്ന കറ്റാർ വാഴയാണ് അലോവേര. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിന് പറയുന്നുണ്ട്. അതുപോലെ ഒഴിഞ്ഞ സ്ഥലത്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ചെടികളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമാണ് ലാൻഡ്സ്കേപ്പിംഗ്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകളെന്ന്. ബ്ലാക്ക് സീഡ് ഓർക്കിഡ്, കരിഞ്ജീരകത്തിൻ്റെ തോട്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു ഭംഗിയുള്ള പൂ കണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്തെന്ന് മാത്രം. തമാരിസ്ക്, ഇത് നമ്മുടെ കാറ്റാടി പോലുള്ള ഒരു മരമാണ്, വലിയതായിട്ട് വളരുന്ന. അതുപോലെ വീറ്റ്, ഗോതമ്പ് പാടം, എല്ലാം കതിര് വന്ന് നിൽക്കുന്നുണ്ട്. സൂപ്പർ സൂപ്പർ. അടുത്ത ജിഞ്ചർ ഓർക്കാഡ്, ഇവിടെ ജിഞ്ചർ നട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല, സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്, ഒന്നുകിൽ റീസെൻ്റ്ലി നട്ടിട്ടുള്ളൂ. അടുത്ത അട്രാക്ഷനാണ് ഗ്ലാസ് ഹൗസ്. ഇതാണ് ഗ്ലാസ് ഹൗസ്. ഇതിൻ്റെ അകത്തും ഏകദേശം നമ്മൾ ഈ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഏതായാലും അകത്ത് കയറാം. 5 ദിർഹം ആണ് ഇതിലേക്ക് കയറാൻ. നോൾ കാർഡ് ഇവിടെ ടാഗ് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. നമ്മൾ ഈ ഗ്ലാസ് ഹൗസിൻ്റെ അകത്ത് എന്തൊക്കെ തരം ചെടികളാണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29 തരം ചെടികൾ ഖുറാനിലും സുന്നത്തിലും പറഞ്ഞത്. കമ്പ ഉണ്ട്, ഒലീവ് ട്രീ, അത്തി മരം, അതുപോലെ ഓറഞ്ച് മരം, ലെമൺ ഗ്രാസ്, കരിഞ്ജീരകം, കുക്കുംബർ, കുങ്കുമം, ബാർലി, തുളസി, മൈലാഞ്ചി, വീറ്റ്, ഊദ്, ബനാന, ഗാർലിക്, എള്ള്, ലെൻറ്റിൽ, പോമഗ്രാനൈറ്റ്, പാം, ഗ്രേപ്സ്, വാട്ടർമെലൺ, ഒനിയൻ, പംകിൻ, ഇഞ്ചി, ബിറ്റർ ആപ്പിൾ, അലോവേര, കടുക്, ചാട്, ലീക്ക് എന്ന് പറഞ്ഞ 2 തരം ഇല ആണ് കഴിക്കാൻ പറ്റുന്ന. ഒലീവ് ട്രീ കാണാം നിങ്ങൾക്ക്. അതുപോലെ അതിൻ്റെ അകത്ത് തന്നെ ചെറിയ കുളങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമ്പൽ കാണാം നിങ്ങൾക്ക്. അലോവേരയാണ്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും നല്ല പച്ചപ്പിൽ നിൽക്കും എല്ലാം. കാരണം ഇത് മൊത്തം എ സി മാത്രമല്ല, ഒരു തരം മിസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മുകളിലൊക്കെ പാറ്റുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ബിറ്റർ ആപ്പിൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. മസ്റ്റാർഡ്, കടുകിൻ്റെ ഒരു ചെറിയ തോട്ടം, വീറ്റുണ്ട്, എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ.
പാമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള ചെടികളുടെ മേളിലെല്ലാം. ഈ ഒരു ഏരിയ AC ആണ് ആക്ച്വലി, എന്നിട്ട് പോലും ഈ തരത്തിൽ അവർ നോക്കുന്നുണ്ട്. ഇതാണ് പോമഗ്രാനൈറ്റിൻ്റെ ചെടി. അനാർ. ഗ്ലാസ് ഹൗസിലെ ഒരു മാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ കുളങ്ങൾ, ഒരു ബ്രിഡ്ജ്. ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കയറിപ്പോകാൻ പറ്റും. ഈ ബ്രിഡ്ജ് വഴി നമ്മൾ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മേളിൽ നിന്നുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. ഒലീവിൻ്റെ വലിയൊരു മരം, അത് നല്ല മൂത്തിരിക്കുന്ന ഒരു മരം. അത് ഉണ്ടാക്കി വെച്ച മരമാണ് ഈ കാണുന്നത്. ക്യാമറ എല്ലാം അതിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി വന്നതായിരുന്നു. വളരെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് സസ്യങ്ങൾ, ചെടികളുടെ മറ്റു സസ്യങ്ങളുടെയൊക്കെ വിവരങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ വ്യക്തമായ രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായ ഒരു പാർക്കാണ്. എല്ലാവരും വരണം, നല്ല സന്തോഷമായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഖുറാനിക് പാർക്കിലെ വിശേഷങ്ങൾ. ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ്, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, മാസ്സലാം.